ആതിരപ്പള്ളിയിൽ കാട്ടാനക്കൂട്ടം അങ്കണവാടിക്ക് മുകളിലേക്ക് എണ്ണപ്പന മറിച്ചിട്ടു. അങ്കണവാടിക്ക് സമീപത്തെ സൗരോർജ്ജ വൈദ്യുത വേലി തകർത്താണ് കാട്ടാനക്കൂട്ടം അകത്ത് കിടന്നത്. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ഗുഡ് മോർണിംഗ്. കാട്ടാനക്കൂട്ടം പതിവായി വരുന്ന ഇടമാണ്. ഇതിപ്പോൾ അങ്കനവാടിക്ക് മേലെയാണ് എണ്ണപ്പനയൊക്കെ മറിച്ചിട്ടിരിക്കുന്നത്. ഈ ആനക്കൂട്ടം അവിടെ തന്നെ തുടരുകയാണോ അതോ കാട് കയറി പോയിട്ടുണ്ടോ? ആനക്കൂട്ടം ആ പരിസരത്ത് തന്നെ തുടരുന്നുണ്ട്. അതായത് ഈ അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിലെ 17-ാം ബ്ലോക്കിലാണ് ഈ അംഗനവാടി ഉള്ളത്. അംഗനവാടിക്ക് ചുറ്റും സൗരോർജ്ജ വേലിയുണ്ട്. കാരണം നേരത്തെയും അംഗനവാടിക്ക് അടുത്തേക്ക് കാട്ടാനക്കൂട്ടം എത്തുകയും പിന്നീട് കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സ്ഥിതിയൊക്കെ തന്നെ ഉണ്ടായി. അതിനുശേഷം ഇവിടെ സൗരോർജ്ജ വേലി സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ സൗരോർജ്ജ വേലി അത് നശിപ്പിച്ച ശേഷം ആണ് ഈ കാട്ടാനക്കൂട്ടം അതിനകത്തേക്ക് കടന്നതും പരിസരത്തുണ്ടായിരുന്ന ഒരു എണ്ണപ്പന ഈ അംഗനവാടിയുടെ ഒരു ഭാഗത്തേക്ക് മറിച്ചിടുകയും ചെയ്തത്. അതിനുശേഷം അംഗനവാടിക്ക് തൊട്ടടുത്ത് തന്നെ നിലയുറപ്പിച്ച് ഈ മറച്ചിട്ട എണ്ണപ്പന അത് തിന്നുകൊണ്ട് നിൽക്കുകയായിരുന്നു ഈ കാട്ടാനക്കൂട്ടം. അതിനുശേഷം ആളുകളൊക്കെ തന്നെ കൂടിയ സമയത്ത് ആനകൾ കുറച്ചങ്ങ് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ആ പരിസരത്തൊക്കെ തന്നെ ഉണ്ട്. എന്തായാലും ഈ മേഖലയിൽ സ്ഥിരമായി ആനകളുടെ സാന്നിധ്യമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഈ അംഗനവാടിക്ക് നേരെ അല്ലെങ്കിൽ അംഗനവാടി കെട്ടിടം നശിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇപ്പോൾ ആദ്യമായാണ്. ഈ കാട്ടാനക്കൂട്ടം പരിസരത്ത് തുടരുന്നതുകൊണ്ട് ഈ അംഗനവാടി തുറന്ന് പ്രവർത്തിക്കുന്നതിലും ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? തീർച്ചയായും. അതായത് ഈ മേഖലയിൽ വനം വകുപ്പിന്റെ RRT സംഘം ഉൾപ്പെടെയുള്ളവർ എത്തി ആനകളെ തുരത്തിയതിനു ശേഷമായിരിക്കും ഇനിയിപ്പോൾ അംഗനവാടി തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ. ഈ മേഖലയിലുള്ള പ്ലാന്റേഷൻ മേഖലയിലുള്ള ആളുകളുടെ വീട്ടിൽ നിന്നുള്ള കുട്ടികൾ ഉൾപ്പെടെയാണ് ഇവിടെ പഠിക്കാനായി അല്ലെങ്കിൽ ഈ അംഗനവാടിയിലേക്കായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സമയവും ഈ അംഗനവാടിയുടെ പരിസരത്ത് ആനകൾ ഉണ്ടാകാറുള്ളതിനാൽ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് കുട്ടികളെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ. ശരി, വിവരങ്ങൾ നൽകിയത് MS ലിഷോയാണ്. ആതിരപ്പള്ളിയിലാണ് ഈ കാട്ടാനക്കൂട്ടം. അംഗനവാടിക്ക് മുകളിലേക്ക് എണ്ണപ്പന മറിച്ചിട്ടു. പരിസര പ്രദേശങ്ങളിൽ കാട്ടാനക്കൂട്ടം ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ലിഷോയ്ക്ക് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.